ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് തുടങ്ങും? ഓഡീഷൻ എപ്പോഴാ? സീസൺ എപ്പോഴാ തുടങ്ങാൻ പോണത്? ഒത്തിരി മെസ്സേജസ് അതുപോലെ തന്നെ കോൾസൊക്കെ വരുന്നുണ്ട്. എപ്പോഴാണ് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്, സ്റ്റാർട്ടാവുന്നത്? അതിൻ്റെ ഓഡീഷൻ എന്തെങ്കിലും ആയോ, അല്ലെങ്കിൽ സീസണിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടട്ടെ, കിട്ടിക്കഴിഞ്ഞാൽ ഇടാമെന്നാണ്. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഇന്ന് ഞാൻ വീട്ടിലല്ല, കുറച്ച് മാറിയിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് എടുത്തൊരു ഷൂട്ടാണ്. എപ്പോഴും നമ്മളിങ്ങനെ ഇൻഡോർ ഷൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ അറിഞ്ഞത് ബിഗ് ബോസിൻ്റെ ഓഡീഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വിത്തിൻ ഒരു 2 വീക്സ് 3 വീക്സിനുള്ളിൽ ബിഗ് ബോസിൻ്റെ ഓഡീഷൻസ്, പ്രാഥമിക ഘട്ട ഓഡീഷൻസ് സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ അതിന് മുന്നാടി നടന്നതുപോലെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഡീഷൻ പ്രൊസീജിയർ ആയിരിക്കത്തില്ല ഇത്തവണ നടക്കുന്നത്. പതിയെ 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 എനിക്ക് തോന്നുന്നു ഒത്തിരി പേരെ അവർ ഇത്തവണ ഓഡീഷൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ടൈം നല്ലതുപോലെ ഉണ്ട്. അതെ, ടൈം നല്ലതുപോലെ ഉണ്ട് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈസ് ഗോയിങ് ടു ബി ഓൺ എയർ അറ്റ് ഓഗസ്റ്റ്. അതെ, ഓഗസ്റ്റിലാണ് വരാൻ പോകുന്നത്. ഓഗസ്റ്റിൽ, അതായത് ഓഗസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഓണം ടൈം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സീസൺ 1 പോലെ ഒരു ഓണമൊക്കെ കാണാൻ പറ്റും. ഓഗസ്റ്റ്, ജൂലൈ, ഓഗസ്റ്റ് എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഓഗസ്റ്റ് എന്നാണ് അറിഞ്ഞത്. ലാലേട്ടൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഒന്നും പറയുന്നില്ല. ലാലേട്ടൻ തന്നെ ആയിരിക്കും, അതിലും ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കും, അതിൽ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ബിഗ് ബോസിൻ്റെ കണ്ണും പ്രൊമോയും ഓഡീഷൻ കോളും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓഡീഷൻ കോൾ എപ്പോൾ വരും, കോമണേഴ്സിൻ്റെ എപ്പോൾ വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ഇടക്കാലത്തൊന്നും നമുക്ക് സീസൺ ഇല്ല. ഇതാ ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 6 മാസം കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ ഓഡീഷൻ പ്രൊസീജിയേഴ്സ് സൂൺ സ്റ്റാർട്ട് ചെയ്യും. ഈ മന്ത് ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മന്ത് ഫസ്റ്റോ ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. ഒത്തിരി പേർക്ക് ഓഡീഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അത്ര സ്ലോ ആയിട്ടായിരിക്കും പ്രൊസീജിയേഴ്സ് പോകുന്നത്. ഫാസ്റ്റായിട്ട് പോകാനുള്ള ഒരു ധൃതി കാട്ടേണ്ട ഒരു ആവശ്യകത ഇല്ല. കാരണം സീസൺ 7 ഓഗസ്റ്റിലാണ്. നമ്മൾ നേരത്തെ മാർച്ച് പറഞ്ഞു അല്ല, ഏപ്രിൽ പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞു ഏപ്രിൽ വരെ എന്തായാലും ഉണ്ടാവത്തില്ല, അതിനുശേഷം എക്സ്പെക്റ്റ് ചെയ്താലും ഉണ്ട് എന്ന്. മാർച്ചും അല്ല, ഏപ്രിലും അല്ല, മെയ്യും അല്ല, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങോട്ടങ്ങ് പോയിരിക്കുകയാണ്. നമുക്കിനി നോക്കാം എന്താ നടക്കാൻ പോകുന്നത്. ആക്ച്വലി എനിക്ക് കണ്ടന്റ് ഇല്ല, പേഴ്സണലി എനിക്ക് കണ്ടന്റ് ഇല്ല, ഞാനിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഇനി അടുത്ത വ്ളോഗുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. ആരൊക്കെ ഈ സീസണിൽ വരും എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പം ഞാൻ ഒന്നും മിണ്ടുന്നില്ല. കാരണം അതിൻ്റെ ടൈം ആയിട്ടില്ല. ഓൾറെഡി BBയുടെ ഒരു ടൈം ആകുമ്പോഴാണ് ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റുകളും എക്സ്പെക്ടേഷൻ ലിസ്റ്റുകളും ഓഡിഷൻ കോളിന് വിളിച്ചവരുടെ ലിസ്റ്റുകളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുടെ ലിസ്റ്റുകളും റിജക്റ്റ് ആയവരുടെ ലിസ്റ്റുകളും ഒക്കെ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത്തവണ ഞാൻ ഇപ്പോൾ അതൊന്നും പറയുന്നില്ല, കാരണം അതിൻ്റെ ടൈം ആയിട്ടില്ല. യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എടുത്ത് അതുപോലെ ചെയ്യുന്ന വീഡിയോസ് കാണുന്നുണ്ട്. പിന്നെ വേറെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഓൾ ഓഫ് ദം ആർ ഫേക്ക്. ഞാൻ ഭയങ്കര റിയലാണ്, ഞാൻ ഭയങ്കര സത്യമാണെന്നൊന്നും അല്ല പറയുന്നത്. ഈ ന്യൂസസുകൾ ഒഫീഷ്യലി നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വിശ്വസിക്കുക. കാരണം ബിഗ് ബോസിൻ്റെ തന്നെ ഒത്തിരി ചാനൽസ് ഉണ്ട്, നിങ്ങൾക്കറിയാം, ഒത്തിരി ചാനൽസ് ഉണ്ട്. അതിനകത്ത് നിന്നും ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനൽസ് അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന കുറേ പേരൊക്കെ ഉണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് ഉണ്ടല്ലോ. എപ്പോഴും ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഏത് ചാനലുകളിലാണ് കറക്റ്റ് അപ്ഡേറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് റിയൽ എന്നുള്ള കാര്യം നിങ്ങൾ ഓഡിയൻസിന് അറിയാം. അതിപ്പോൾ ഞാൻ റിയൽ ആണോ ഫേക്ക് ആണോ, എൻ്റെ അപ്ഡേറ്റ്സ് റിയൽ ആണോ ഫേക്ക് ആണോ, മറ്റുള്ളവരുടെ റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അവരെ മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓഡീഷൻ തുടങ്ങി, ഓഡീഷൻ കോൾ വന്നു, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ലിസ്റ്റുകൾ വരുന്നുണ്ട്. സോ നിങ്ങൾ കഴിഞ്ഞ തവണയും എന്തായാലും ഈ പ്രാവശ്യം നിങ്ങൾ ബിഗ് ബോസ് കാണാൻ പോകുന്ന ആളല്ല, മുന്നാടിയെ നിങ്ങൾ മുന്നാടി സീസണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ വിശ്വസിക്കുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രം വിശ്വസിക്കുക. കോമണേഴ്സിൻ്റെ ദയവ് കരുതി കോമണേഴ്സിൻ്റെ ലിങ്കുകളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. ചാനൽ തന്നെ അത് ഒഫീഷ്യലി തുറന്ന് പറയും. പിന്നെ സെറ്റ് മിക്കവാറും ഹിന്ദി അല്ല, മറാത്തി തന്നെ ആവാനാണ് ചാൻസ്. കാരണം ചെന്നൈ സെറ്റിലെ ഇപ്പം അൾട്ടിമേറ്റ് തുടങ്ങാൻ പോവുകയാണ്. അൾട്ടിമേറ്റ് മാർച്ച് എൻഡോട് കൂടി തുടങ്ങുമെന്നാണ് അറിയാൻ പറ്റുന്നത്.
അത് തീർന്ന ഉടനെ 2 മാസം അത് തീർന്ന ഉടനെ മലയാളം ബിഗ് ബോസിൻ്റെ സമയമാണ്. പക്ഷെ മലയാളം ബിഗ് ബോസിൻ്റെ സമയമൊന്നും അപ്പം കിട്ടത്തില്ല. അപ്പം ആ സെറ്റ് കൊടുക്കത്തില്ല. കാരണം ഒക്ടോബറിൽ അവർക്ക് പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യണം തമിഴിന്. അപ്പം മലയാളത്തിന് വേണ്ടി തമിഴ് എന്തായാലും നമുക്ക് സെറ്റൊന്നും വിട്ടു തരാനൊന്നും പോകുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തെണ്ടി തിരിഞ്ഞാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെറ്റില്ല. അപ്പോൾ അത് ഫസ്റ്റ് ഒരു കാര്യമാണ്. പിന്നെ ഹിന്ദി സെറ്റ് ആ സമയമാകുമ്പോൾ OTT 4 വരാൻ പോവാണ് ജൂണിൽ. അപ്പോൾ OTT 4 തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം അവർക്കും ഉണ്ട് മെയിൻ സീസൺ. അവരും അവരുടെ സെറ്റൊന്നും നമുക്ക് വിട്ടുതരാൻ പോകണില്ല. ദെൻ ഏക ചാൻസ്, ഒള്ളി ചാൻസ്, ഒറ്റ ചാൻസ് മറാത്തി സെറ്റ് മാത്രമാണ്. പിന്നെ ബാക്കിയുള്ള കന്നഡ ബിഗ് ബോസും തെലുങ്ക് ബിഗ് ബോസും ഒക്കെ ആ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മലയാളം ബിഗ് ബോസ് ലാഗ് ആയതുപോലെ ബാക്കിയുള്ള ഭാഷയുള്ള ബിഗ് ബോസും ഇത്തവണ ഒരു 3 മാസം 4 മാസം നീട്ടുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ചാൻസസ് ഉണ്ട്. ഇല്ല ബാക്കി എല്ലാ ബിഗ് ബോസും കറക്റ്റ് സമയത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് മറാത്തി സെറ്റിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അടുത്ത അപ്ഡേറ്റോട് വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.